ഈ ഡിജിറ്റൽ കേരള ആർക്കിടെക്ചർ 81 വകുപ്പുകൾ 900 സേവനങ്ങൾ എല്ലാം ഒരു പ്ലാറ്റ്ഫോമിൽ കേൾക്കുമ്പോൾ കൊള്ളാം. ഗംഭീര പദ്ധതിയാണ്. പക്ഷേ ഒരു സംശയം, ഇത്രയും വലിയൊരു സിസ്റ്റം സാധാരണ ഒരാൾക്ക്, ചിലപ്പോൾ ഡിജിറ്റൽ കാര്യങ്ങളിലൊന്നും അത്ര പരിചയമില്ലാത്ത ആൾക്ക് ഇത് എത്രത്തോളം എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റും? അവിടെ ഒരു വിടവില്ലേ? വെല്ലുവിളിയുണ്ട് തീർച്ചയായും. പക്ഷേ ഇതിന് ലക്ഷ്യമെന്താ? സേവനങ്ങൾ എളുപ്പമാക്കണം, ഓഫീസുകൾ കയറിറങ്ങുന്നത് കുറയ്ക്കണം. അതാണ്. ശരിയാണ്. സാധ്യതകൾ നോക്കൂ. കൊല്ലത്തെ ആ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഓൺലൈൻ കോടതി, പരാതി കൊടുക്കാം, ഓൺലൈനായി ഹാജരാവാം, പേപ്പറില്ല. ഇതൊക്കെ വലിയ മാറ്റമല്ലേ? അതെ അതെ. ഇതൊക്കെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്മൾ മുന്നോട്ടു പോകാൻ കാരണം കൂടിയാണ്. പിന്നെ റേഷൻ കാർഡിലെ തെറ്റുതിരുത്താനുള്ള തെളിമ, അതും ഓൺലൈനായി പെട്ടെന്ന് നടക്കുന്നു. അത് വളരെ ഉപകാരപ്രദമാണ്. അപ്പോ ആ ഡിജിറ്റൽ വിടവ് അത് നികത്തണം, സംശയമില്ല. പക്ഷേ ഈ ദിശയിലുള്ള യാത്ര എന്താ പറയുക, അത് കൂടിയേ തീരൂ. ഓക്കെ. ഇനി ഭരണത്തിൽ തന്നെയുള്ള മറ്റൊരു കാര്യം, ഈ ജയിൽ പരിഷ്കാരങ്ങൾ, പുതിയ കുറ്റവാളികളെയും സ്ഥിരം കുറ്റവാളികളെയും വേറെയാക്കുന്നത്. വിചാരണ തടവുകാർക്ക് പ്രത്യേക സെല്ല്, കുട്ടികളെ ജയിലിലിടരുത് എന്ന ഹൈക്കോടതി നിർദ്ദേശം, ഇതൊക്കെ നല്ല കാര്യങ്ങൾ, വളരെ നല്ല നിർദ്ദേശങ്ങൾ. പക്ഷേ എന്റെ ചോദ്യം ഇതാണ്, അവിടെ ആവശ്യത്തിന് ജീവനക്കാരില്ല, ഉള്ളവർക്ക് ജോലിഭാരം കൂടുതൽ. ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാതെ ഈ പരിഷ്കാരങ്ങൾ പൂർണ്ണമായും നടപ്പാക്കാൻ പറ്റുമോ? സ്റ്റേറ്റ് അഡ്വൈസറി ബോർഡ് മീറ്റിംഗിൽ ഇതൊക്കെ സംസാരിച്ചല്ലോ. ശരിയാണ്. ആ വ്യവസ്ഥാപരമായ പ്രശ്നങ്ങൾ അത് പരിഹരിച്ചാലേ ഈ പരിഷ്കാരങ്ങൾക്ക് പൂർണ്ണമായ ഫലം കിട്ടൂ. മനുഷ്യാവകാശപരമായി നോക്കുമ്പോഴും ഈ നിർദ്ദേശങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യം, അവരുടെ പുനരധിവാസം, അതൊരു വലിയ വെല്ലുവിളിയാണെന്ന് വനിതാ കമ്മീഷൻ തന്നെ പഠനം നടത്തി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുതിയ നിർദ്ദേശങ്ങൾ നല്ലതാണ്, പക്ഷേ ഈ പറഞ്ഞ പോലെ അടിസ്ഥാന സൗകര്യവും ജീവനക്കാരുടെ പിന്തുണയും വേണം. കേരളത്തിൽ ഭയങ്കര പോപ്പുലറാണെന്ന് തോന്നുന്നു. 19 ലക്ഷം പേർ ലോൺ എടുത്തിട്ടുണ്ട്, 18,000 കോടി രൂപ വിതരണം ചെയ്തു. അതെ, കണക്കുകൾ അതാണ് പറയുന്നത്. എന്തായിരിക്കും കാരണം കേരളത്തിൽ ഇതിന് ഇത്ര ഡിമാൻഡ് വരാൻ? ഈ സംരംഭക വർഷം .3 പോലുള്ള പരിപാടികൾ ഇതിനെ സഹായിച്ചിട്ടുണ്ടോ? ഒരു കാരണം കേരളത്തിലെ സംരംഭകത്വത്തിനുള്ള താൽപ്പര്യമാണ്. പിന്നെ ചിലപ്പോൾ ചെറുകിടക്കാർക്ക് വേറെ ലോൺ കിട്ടാനുള്ള ബുദ്ധിമുട്ടുമാകാം. ശരിയാണ്. മുദ്രയിൽ തന്നെ ശിശു, കിഷോർ, തരുൺ അങ്ങനെ പല തട്ടുകളുണ്ടല്ലോ. അത് പല ആവശ്യക്കാർക്കും ഉപകാരപ്പെടുന്നുണ്ട്. MSME സെക്ടറിന് ഇതൊരു വലിയ സഹായം തന്നെയാണ്. അതെ. അതോടൊപ്പം നോക്കൂ, കാർഷിക സർവകലാശാലയുടെ ആ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ, 5300-ൽ കൂടുതൽ പുതിയ സംരംഭകർ. അത് വലിയ വിജയമായിരുന്നു. പിന്നെ ഹോർട്ടിക്കൾച്ചർ കോഴ്സുകൾ വീണ്ടും തുടങ്ങുന്നു, ക്ഷീരഗ്രാമം പദ്ധതി വ്യാപിപ്പിക്കുന്നു. അപ്പോൾ കൃഷി, സംരംഭകത്വം, ഈ മേഖലകളിലൊക്കെ ഒരു പ്രത്യേക ശ്രദ്ധ വരുന്നുണ്ട്. അതോടൊപ്പം RBI ഡേറ്റയും ഓർക്കണം. ദേശീയ ശരാശരിയേക്കാൾ ഉയർന്ന ദിവസക്കൂലിയാണ് കേരളത്തിൽ. അതും ശ്രദ്ധേയമാണ്. ഇനി ടെക്നോളജി. ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് തദ്ദേശീയമായി ഉണ്ടാക്കിയ ആ ബയോ ഇങ്ക്, 3D ബയോ പ്രിന്റിങ്ങിന് വേണ്ടിയിട്ടുള്ളത്, കൃത്രിമ അവയവമുണ്ടാക്കാനൊക്കെ പറ്റുന്നൊരു മഷി എന്നൊക്കെയാണ് പറയുന്നത്. അതെ. ഇതിന്റെ ശരിക്കുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്? പിന്നെ കുടുംബശ്രീക്ക് ഡ്രോൺ കൊടുക്കുന്ന ആ നമോ ഡ്രോൺ ദീദി പദ്ധതി, അതും രസകരമായി തോന്നി. ബയോ ഇങ്ക് അത് മെഡിക്കൽ റിസർച്ചിൽ വലിയ സാധ്യതകളാണ് തുറക്കുന്നത്. മരുന്ന് പരീക്ഷണങ്ങൾ, ഭാവിയിൽ ചിലപ്പോൾ അവയവങ്ങൾ പ്രിന്റ് ചെയ്തെടുക്കാൻ വരെ, അതൊക്കെയാണ് സാധ്യത. ഇത് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാക്കിയെന്നത് പ്രധാനമാണ്. ശരിയാണ്. നമോ ഡ്രോൺ ദീദിയാണെങ്കിൽ ആധുനിക കൃഷിരീതികൾ കൊണ്ടുവരുന്നു, ഒപ്പം സ്ത്രീ ശാക്തീകരണവും. അതേസമയം ഈ AI ക്യാമറയുടെ കാര്യം പറഞ്ഞ പോലെ പ്രീപെയ്ഡ് സ്മാർട്ട് മീറ്ററുകൾ, അതിനൊക്കെ എതിർപ്പുകളുണ്ടെങ്കിലും സാങ്കേതികവിദ്യ ഭരണത്തിലേക്ക് വരുന്നു എന്നതിൻ്റെ സൂചനകളാണ്. അവിടെ സ്വീകാര്യതയുമുണ്ട്, വെല്ലുവിളികളുമുണ്ട്. പക്ഷേ ഈ സാങ്കേതിക വിദ്യയൊക്കെ വരുമ്പോഴും നമ്മുടെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അത് കൂടുകയാണോ? ആനയിറങ്ങുന്നത്, ആക്രമണങ്ങൾ, നഷ്ടപരിഹാരം കൂട്ടേണ്ടി വരുന്നു. അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. ടൂറിസത്തെ ബാധിക്കുന്ന ഹർത്താലുകൾക്കെതിരെ ഹൈക്കോടതി സംസാരിക്കുന്നു. കാട്ടിൽ പ്ലാസ്റ്റിക് ഇട്ടാൽ പിഴ കൂട്ടി. പിന്നെ ആ പമ്പ, അച്ചൻകോവിൽ, വൈപ്പാർ നദി സംയോജിപ്പിക്കുന്നതിനെതിരെ സംസ്ഥാനം നിൽക്കുന്നു. ഇതൊരു സങ്കീർണമായ അവസ്ഥയല്ലേ? തീർച്ചയായും. വികസനം വേണം, പരിസ്ഥിതിയും സംരക്ഷിക്കണം, ആളുകളുടെ സുരക്ഷയും ഉറപ്പാക്കണം. ഇത് മൂന്നും ഒരുമിച്ച് കൊണ്ടുപോവുക, അതാണ് എപ്പോഴും ഭരണകൂടം നേരിടുന്ന വെല്ലുവിളി. ഒരു ബാലൻസ് കണ്ടെത്തണം. ശരിയാണ്. ഇതിനിടയിലും ഒരു നല്ല വാർത്ത, ഇന്ത്യയിലെ മികച്ച സമുദ്ര സംസ്ഥാനമായി കേരളത്തെ തെരഞ്ഞെടുത്തതാണ്. അതൊരു നേട്ടം തന്നെ. ഇനി സാമൂഹിക വിഷയങ്ങൾ നോക്കിയാല്
വനിതാ കമ്മീഷന്റെ ചില ശുപാർശകൾ, സീരിയലുകൾക്ക് സെൻസർഷിപ്പ് വേണം, സ്ത്രീധനവിരുദ്ധ നിയമങ്ങൾ സ്കൂൾ പാഠപുസ്തകത്തിൽ ചേർക്കണം എന്നൊക്കെ. ഇതൊക്കെ പ്രായോഗികമാണോ? അതൊരു വലിയ ചർച്ചാ വിഷയമാണ്. നിയമം കൊണ്ട് മാത്രം മാറ്റം വരില്ലായിരിക്കാം. പക്ഷേ ഒരു ബോധവൽക്കരണം, സമൂഹത്തിന്റെ ചിന്താഗതിയിൽ ഒരു മാറ്റം വരാൻ ഇത്തരം സംവാദങ്ങൾ നല്ലതാണ്. പിന്നെ സംസ്ഥാന യുവജന കമ്മീഷൻ സർക്കാർ പദ്ധതികളെപ്പറ്റി യുവാക്കൾക്ക് പരിശീലനം കൊടുക്കുന്നുണ്ട്. ലിംഗസമത്വത്തിനായുള്ള നായി ചേതന 3.0 ക്യാമ്പയിനും നടക്കുന്നു. ഇതൊക്കെ ആ ദിശയിലുള്ള ശ്രമങ്ങളാണ്. സാംസ്കാരികമായി ഈ മാസം നമ്മളെ സങ്കടപ്പെടുത്തിയത് MT വാസുദേവൻ നായരുടെ വിയോഗമാണ്. ഒരു യുഗം തന്നെ അവസാനിച്ചു എന്ന് പറയാം. തീർച്ചയായും വലിയ നഷ്ടം. അദ്ദേഹത്തിന്റെ സംഭാവനകൾ അത് ഓർക്കുമ്പോൾ നമ്മുടെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ഭരണതലത്തിലും ഓർക്കേണ്ടതുണ്ട്. പുരാവസ്തു വകുപ്പ് ഈ ലിഖിതം വഴി താളിയോലകളൊക്കെ ഡിജിറ്റൈസ് ചെയ്യുന്നത് നല്ല കാര്യമല്ലേ? വളരെ നല്ല കാര്യം. സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമ്മുടെ പൈതൃകം കാത്തുസൂക്ഷിക്കുക, അത് പുതിയ തലമുറയ്ക്ക് കൂടി ലഭ്യമാക്കുക, അത് പ്രധാനമാണ്. MTയുടെ ഓർമ്മയും ഈ ലിഖിതവും രണ്ടും നമ്മുടെ സാംസ്കാരിക തുടർച്ചയുടെ ഭാഗമാണ്. അപ്പോ നമ്മൾ ഇന്ന് സംസാരിച്ച കാര്യങ്ങൾ, ഡിജിറ്റൽ കേരളത്തിലേക്കുള്ള മാറ്റം, പുതിയ സംരംഭങ്ങൾ, ടെക്നോളജിയുടെ സ്വാധീനം, സാമൂഹികമായ ചില ചിന്തകൾ, പരിസ്ഥിതിയുടെ വെല്ലുവിളികൾ, ഇതൊക്കെ KAS പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്.